ഇപ്പോൾ VN വാസവൻ മരണപ്പെട്ട ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഹലോ, അതെ അതെ ഈ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, മന്ത്രിമാരാരും തന്നെ അനുശോചനം രേഖപ്പെടുത്താൻ വീട്ടിലെത്തിയില്ല എന്നൊരു വിമർശനം ഉയരുമ്പോഴാണ് VN വാസവൻ ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുന്നത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? മന്ത്രി VN വാസവൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റുദ്യോഗസ്ഥർക്കൊപ്പം എത്തിയാണ് ബിന്ദുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നവരെ അമ്മയടക്കം ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് അടക്കമുള്ളവരും മന്ത്രിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് എടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രി ഇവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനുണ്ട്, അദ്ദേഹവുമൊക്കെയായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ഒരു വേദനയാണ് ഉള്ളത്. ഈ ഒരു സംഭവം, ആ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ആരും സന്ദർശിക്കുന്നില്ല എന്നൊരു വലിയ പരാതിയായിരുന്നു ഉയർന്നത്. കോൺഗ്രസ് നേതാക്കളടക്കം ഉന്നയിച്ചിരുന്നത് ഇത്തരമൊരു ഗുരുതര പരാതിയാണ്. അതായത് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ആരും രംഗത്തെത്തിയില്ല. ഈ കുടുംബത്തിനൊപ്പം ഉണ്ട് എന്ന് ആരും തങ്ങളോട് പറഞ്ഞില്ല എന്ന പരാതി കുടുംബവും ഉന്നയിച്ചിരുന്നു. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് അല്പസമയം മുമ്പ് മന്ത്രി വീണ ജോർജ് ഫോണിൽ ഇദ്ദേഹവുമായി, ഭർത്താവുമായി സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഇതിലെല്ലാം തങ്ങൾ വിശ്വസിക്കുകയാണ്, സർക്കാർ ഒപ്പമുണ്ട് എന്ന നിലപാട് അത് വിശ്വസിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് മന്ത്രി VN വാസവൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് അടക്കമുള്ളവർക്കൊപ്പം എത്തി ഈ കുടുംബവുമായി സംസാരിക്കുന്നത്. ഇതിലോട്ട് ഒന്ന് പൊക്കാവോ? ഇതിലോട്ടെ പ്രിൻസിപ്പൽ. അപ്പോൾ കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മരണകാരണം നിർദ്ദയം വീണപ്പോൾ തന്നെ ഡെത്തായതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിക്കുന്നത്. ആ സമയത്ത് ആസമൂടിയല്ല മറ്റേ അലസോറിന് വീണപ്പോൾ തന്നെയാണ് മരണകാരണം രേഖപ്പെടുത്തുന്നത്. അത് ഞാൻ നോക്കിക്കും. ആരോഗ്യമുള്ള കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി സംസാരിച്ച് നമുക്ക് സാമ്പത്തിക സഹായം 11-ാം തീയതിയാണ് മന്ത്രിസഭാ യോഗം. വലിയതുക തീരുമാനിക്കുന്നുണ്ട്. മന്ത്രിസഭാ യോഗം തീരുമാനിച്ചാൽ കുട്ടിയുടെ ചികിത്സ പൂർണ്ണമായി നിലയ്ക്കും. സൂപ്രണ്ടുണ്ട്, മോളോട്ടവിടെ ന്യൂറോപ്രോബ്ലമാണ്. അത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ദിവസം തന്നെ മെഡിക്കോയിൽ അഡ്മിറ്റ് ചെയ്ത് ക്ലിയറായി തിരിച്ചു വരുന്നതോടുമുള്ള മുഴുവൻ ചെലവ് നമ്മൾ വഹിച്ചോളാം, പൂർണ്ണമാക്കി തരാക്കി ഡോക്ടറെ കൂടെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ മോളിന്റെ അടുത്ത് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ട്രെയിനിങ്ങിന് ഒരു മാസമായുള്ളൂ. തൽക്കാലം മെഡിക്കൽ കോളേജിന്റെ HDC ഞങ്ങൾ
കളക്ടറുണ്ട്, സെക്രട്ടറി ഉണ്ട്, ഞങ്ങളെല്ലാം കമ്മിറ്റിയിലുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് ജോലി ഉണ്ടാകാം. പിന്നെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ബാക്കി കാര്യങ്ങളായിരിക്കും കേട്ടോ. എല്ലാ കാര്യത്തിലും നമുക്ക് അതെ ഈ കുടുംബത്തിന്റെ ചേച്ചിയായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ട്. രണ്ടുപേരും ലോണിലാണ്, ലോൺ എടുത്തിട്ടാണ് പഠിച്ചിരുന്നത്. ഒരു ചെറിയ ശമ്പളത്തിലുള്ള മാറ്റി ആലോചിക്കാം കേട്ടോ. അത് നമ്മൾ സ്ഥിരമാക്കുന്നൊരു ഭാവിയിൽ ആലോചിക്കാം. തൽക്കാലം മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി ആലോചിക്കാം കേട്ടോ. 2 രൂപത്തിൽ ആലോചിക്കാം. ചേച്ചിയാണ് ഈ കുടുംബം നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾക്കും വിഷമിക്കണ്ട, എല്ലാ കാര്യത്തിലും ഉണ്ട്. സർക്കാർ കൂടെ പറഞ്ഞു. അദ്ദേഹത്തിന് പറഞ്ഞ കാര്യം സെൽവനും മറ്റേ പ്രസിഡന്റും നന്നായി തന്നെ എന്നോട് പറഞ്ഞു. തുകയുടെ കാര്യം തീരുമാനിക്കുന്ന നമുക്ക് മുഖ്യമന്ത്രി വരുന്നത് മന്ത്രി അല്ലാതെ ക്യാബിനറ്റാ തീരുമാനം. നല്ല കടങ്ങളുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അതെല്ലാം ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ സംസാരിക്കുകയും പുള്ളി അപ്പം തന്നെ ഇതിന് ധനസഹായം കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. ചൂടാതെ കളക്ടറോട് നിന്ന് എടുത്ത സ്ഥിതി വെച്ച് റിപ്പോർട്ട് എഴുതി തരാൻ പറഞ്ഞു. അതുകൂടെ കണ്ടു. അപ്പൊ അതോടെ വെച്ച് റിപ്പോർട്ട് ഇപ്പൊ കളക്ടറോട് വാങ്ങിയിട്ട് വേറെ പറമ്പില്ല. നമുക്കില്ല. അത് പറഞ്ഞു ഒന്നും വിഷമിക്കണം. രണ്ടുപേരാണ് മക്കളല്ലേ. മോനെടുക്കുന്നു. നേഴ്സിംഗിന് പഠിക്കുകയാണ്. ആന്ധ്രയിലെ അപ്പോളോ ഹോസ്പിറ്റൽ BSc നഴ്സിംഗ്. 4ാം വർഷം. തീരാറായി. അതിനെ പഠിപ്പിക്കാനാണ് പൈസ ഇവയെ പഠിപ്പിച്ചു. അതിന്റെ ബാധ്യത അപ്പൊ അങ്ങനെ ഞങ്ങൾ ആകപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഒരു മരണോട് വന്ന് ഞങ്ങളുടെ വരെ ഓപ്പറേഷൻ പോയപ്പോ എന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ഓപ്പറേഷൻ ഞാൻ ഇച്ചിരി താത്തി പിടിക്കണം. ഫ്രെയിമിൽ നിങ്ങളല്ല റിപ്പോർട്ടർ. എനിക്കാണെങ്കിൽ മട്ടന്നൂർ നേരെ പിടി. ഒന്നുമില്ല, മഴയൊക്കെ എല്ലാ സമയത്തും ഒന്നും ഇല്ല. സാർമാർക്ക് അറിയാം. അവർ വന്ന് പറഞ്ഞത് അന്നേരം തന്നെ CM വന്നപ്പോൾ തന്നെ ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പൊ നിങ്ങളപ്പുറം ഇതെല്ലാം സംസാരിച്ച് പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യവും കളക്ടറെ കൊണ്ട് ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് തെളിവിച്ചാണ് പെട്ടെന്ന് സൂപ്രണ്ട് 100% നിർഭരം ഞങ്ങളുടെ കാർക്കൊക്കെ എങ്ങനെ ഞങ്ങൾ ആകപ്പാടെ വേണ്ട കാര്യങ്ങൾ സാറിന് തന്നെ ചടങ്ങെല്ലാം ഇന്നത്തെ കഴിഞ്ഞു. ഇനിയിപ്പോ സഞ്ജയ് അടുത്ത പരിപാടി ഞങ്ങളുടെ കൂടി ആലോചിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സഞ്ജയ് തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യാനുള്ള ആയിക്കോട്ടെ. കൊച്ചിന്റെ കാര്യം കൊച്ചിന്റെ എപ്പോഴാണ് നാളെ കൊണ്ടുവന്ന് നാളെ തന്നെ തിങ്കളാഴ്ചത്തെ കുറച്ച് മെന്റൽ ഡിപ്രഷനിലാണ്. നിങ്ങൾ എപ്പോ കൊണ്ടുവന്നാലും ഇത് സൂപ്രണ്ടും പ്രിൻസിപ്പലും വെക്കണം. നിങ്ങൾക്ക് അവിടെ റൂം അറേഞ്ച് ചെയ്ത് ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും വേണ്ട. നിങ്ങളവിടെ വരുന്ന ദിവസം ഒന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ ക്രിസ്മസ് സാറോ അല്ലെങ്കിൽ ഇവരാരോടും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വേണു വെച്ചിട്ട് മെമ്പർ അവിടെ എപ്പോഴും അവിടെ ഉണ്ട്. പുള്ളി ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ കൂടെ വന്ന് നിങ്ങൾ എല്ലാ കാര്യം ചെയ്തിട്ട് സൂപ്രണ്ടാക്കരുത്. കൂടെ വന്ന് കാര്യം വരുന്ന സമയം ഒന്ന് അറിയിച്ചാൽ മതി. നിങ്ങളൊന്നും വിഷയങ്ങളും കൂടെ വന്ന് അഡ്മിഷനും മറ്റു കാര്യങ്ങളും എടുത്ത് ബന്ധപ്പെട്ട ഡോക്ടറെ സൂപ്രണ്ട് അറേഞ്ച് ചെയ്ത് സാറ് കൂടെ വന്ന് ഈ കാര്യം ട്രീറ്റ്മെന്റ് പൂർണ്ണമായി ചെയ്യും. ഒരു ചെലവ് നിങ്ങൾ കൊടുക്കണ്ട. അതിന്റെ പൂർണ്ണമായ പൈസ നിങ്ങൾ കിട്ടും. അത് പറഞ്ഞില്ല. അതും പറഞ്ഞില്ല. താൽക്കാലിക ജോലിക്ക് നമുക്ക് മെഡിക്കൽ കോളേജ് സൗകര്യം ഉണ്ടാക്കാം. സൂപ്രണ്ട് അദ്ദേഹത്തെ കണ്ടാൽ കേട്ടോ.
ഇല്ല, ഞങ്ങളുണ്ടാവും, ഞങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ആരെങ്കിലും സൂപ്രണ്ടെ നേരിട്ട് കണ്ട് ഈ അപേക്ഷ കൊടുത്തോളൂ. കളക്ടറുണ്ട് അതിന്റെ ചെയർമാൻ, അദ്ദേഹം ചികിത്സുണ്ട്. അല്ല, സൂപ്രണ്ടാകുമ്പോൾ അവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. ഇവർ പറഞ്ഞൊരു സൂചന ബന്ധപ്പെട്ട ബാക്കി ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾ സമർപ്പിക്കാം. എല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ. മനസ്സിലായി മേടിക്കാനിരുന്നു കാണാൻ ജീവന എല്ലാ കൺവെൻഷനും പോകുന്ന ഞാൻ അന്നേരം തന്നെ വിളിച്ചു അമ്മച്ചി പരിപാടി വരുന്ന കാര്യമെല്ലാം എവിടെ എല്ലാം പോയി. കോട്ടയത്ത് എത്ര പ്രാവശ്യം പോയി. വയ്യാത്തുള്ള ജാതയ്ക്കൊന്നും പോകട്ടെ, അല്ലെ ജാതയ്ക്ക് കൊടിയും പിടിച്ച് പോകുന്നത് അമ്മ പോകും. നിങ്ങൾക്ക് അത്രയും ഒരു തിരിച്ചുള്ളതാണ്. കഴിച്ചു. ഞങ്ങളിപ്പോ ഇച്ചിരി ചോറ് കഴിച്ചായിരുന്നു. ഞങ്ങളെ പട്ടിണി അമ്മയ്ക്ക് കൊടുക്കണം. കരച്ചിന് മാത്രമേ മകള് പോയ പെട്ടെന്ന് അത് കാണാൻ പറ്റില്ല. കൊച്ചിനെ ഇപ്പൊ ഡോക്ടറിലും നോക്കണോ? ഇപ്പൊ ഡോക്ടറിലും നോക്കണോ? ഇല്ല, ഡോക്ടർ ഇപ്പം മെഡിസിൻ കൊടുത്താണ് വിട്ടേക്കണത്. അവിടെ പോകണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും ഓട്ടത്തിന് മുമ്പ് കുട്ടിക്ക് അസ്വസ്ഥത തോന്നി അപ്പം തന്നെ നമ്മൾ വിളിച്ചു ഒക്കെയാണ് കാര്യം ഇപ്പൊ ഉള്ളത് നമ്മളിപ്പോ ഉള്ള ഡിപ്രഷന്റെ ആ ഒരു ഡിപ്രഷൻ്റെ അതിന്റെ ഒരു ഇതേ ഉള്ളൂ. ഇന്നത്തെ ഈ ഇന്നത്തെ ഈ സംസ്കാര ചടങ്ങിനെല്ലാം ഉള്ള ഒരു 50,000 രൂപയാണ്. നേരത്തെ ഇന്നത്തെ ചടങ്ങിന് മാത്രമല്ല, അത് നമ്മൾ HDS ചെക്കായിട്ട് നാളെ ബാങ്കിൽ കൊടുത്താൽ മതി. ഞാൻ ഒറ്റയ്ക്ക് എന്റെ ഭാര്യ കാണുന്നില്ല, മക്കളെയും കാണാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് ഞാൻ ബാധിച്ചു വന്ന് മറ്റൊരു കണ്ടേച്ച് തിരിച്ചറിഞ്ഞിട്ട്